വെൽക്കം ബാക്ക് ടു സൂര്യ കിച്ചൺ. ഞാൻ സൂര്യ രഞ്ജീഷ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേറെ ക്രീം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്ക് സാധാരണ വീടുകളിലെല്ലാം ഉള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഈ മാംഗോ ഐസ്ക്രീം ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഞാനിവിടെ ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ വറുത്ത ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഒരു മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ്, അതെടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് ഈ മാംഗോ ഐസ്ക്രീമിന് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഐസ്ക്രീം ആക്കി എടുക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്നും ഒരു 1/4 കപ്പ് പാലെടുത്ത് ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ വെള്ളം കുറവായിട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരല്പം കൂടെ പാല് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. അതിനുശേഷം ഇത് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. ഇതിപ്പം കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഈ പാലിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് ചെറുതായിട്ട് വറ്റി വരണം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഞാൻ തിളപ്പിക്കാൻ പോവുകയാണ്. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആ പാല് ഒഴിച്ചിട്ട് അതിനെ നമ്മൾ തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമെല്ലാം കുറച്ച് വറ്റണം. ഒരുപാട് നേരം വേണ്ട. തിളച്ച ശേഷം ഒരു 3-4 മിനിറ്റും കൂടെ നമ്മളൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് അതിനുള്ളിലെ വെള്ളമെല്ലാം കുറച്ച് വറ്റിട്ടുണ്ടാക്കും. അതിനുശേഷം ഇത് നമുക്കിപ്പോൾ പാല് തിളക്കട്ടെ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പാല് തിളച്ച് വറ്റുന്ന ആ സമയത്ത് നമുക്ക് ഈ മാങ്ങയും ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മാങ്ങയും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ബാക്കി പഞ്ചസാര നമുക്ക് ആ പാൽ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഈ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് അരയണം, ഒട്ടും കട്ടയില്ലാണ്ട് അരയണം. ഇപ്പോൾ ഞാൻ മാങ്ങയും ഏലക്കയും കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഈ പാല് തിളച്ച സമയത്ത് നമുക്ക് ഈ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 1 മിനിറ്റും കൂടി നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് പോകാണ്ട് നോക്കണം. അതിന് കുറച്ച് വലിയ പാത്രം എടുത്തതാണ്. അപ്പോൾ തിളച്ച് പെട്ടെന്ന് താഴേക്ക് തൂങ്ങിപ്പോയില്ല. നന്നായിട്ട് മിക്സായ ശേഷം അത് 1 മിനിറ്റും കൂടെ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത ഗോതമ്പ് പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് ആ മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വറക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു 1 മിനിറ്റ് പോലും വേണ്ട. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതൊഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഗോതമ്പ് പൊടിയും കൂടെ ചെന്നിട്ട് അത് കിടന്ന് വെന്തിട്ട് നന്നായിട്ട് കുറുകാൻ തുടങ്ങും. അപ്പോൾ അത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണം. പിന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കുക. ഇതിനെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുക. ഇപ്പോൾ ഇത് നന്നായിട്ടിത് കുറുകി വന്നിട്ട് ഇതുകൊണ്ട് ഒട്ടും കട്ടയൊന്നും കെട്ടാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആയി കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അത് ഇട്ടിച്ച് എങ്ങും പോയേക്കരുത്. പോയി കഴിഞ്ഞാൽ അത് കട്ട കെട്ടിപ്പോവും. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം.
ഇനി നമുക്ക് ഇതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. നമ്മളുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലൊക്കെയാണ് ഇത് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടിപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. ഇപ്പം നോക്കിയത് തണുത്ത് കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിനി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഓൾറെഡി മാങ്ങയും ഏലക്കയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ജാറിലേക്ക് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആ സെയിം ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗോതമ്പും പാലും പഞ്ചസാരയും കൂടെ എല്ലാം കൂടെ ചേർത്ത് കുറുക്കിയെടുത്ത ആ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് പാത്രത്തിലുള്ള എല്ലാം നമുക്ക് തൂത്തെടുക്കാം. ഒട്ടും വേസ്റ്റ് ആക്കണ്ട. ഈ കുറുക്ക് പോലെ ഉണ്ടാക്കിയ ഈ മിക്സ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. നമ്മൾ മാംഗോ ആഡ് ചെയ്യുമ്പോൾ മാംഗോ ഫ്ലേവർ വരും. ഇപ്പോൾ പക്ഷേ ഇതിനകത്ത് ഒട്ടും നമുക്ക് ആ ഗോതമ്പിൻ്റെ ടേസ്റ്റോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ ഓർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഗോതമ്പ് മിക്സ് ചെയ്യുമ്പോൾ ആ ഗോതമ്പിൻ്റെ ടേസ്റ്റൊക്കെ വരും. പക്ഷെ ഒട്ടും ആ ടേസ്റ്റ് വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ച് മാത്രമല്ല നിങ്ങൾക്ക് കോൺ സ്റ്റാർച്ച് ഇല്ലെങ്കിൽ മൈദാമാവ് വെച്ചും ഇങ്ങനെ ചെയ്യാം. പക്ഷെ മൈദാമാവ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉള്ള സാധനമാണല്ലോ ഗോതമ്പ് പൊടി. അപ്പോൾ ഇത് വെച്ച് നമുക്കങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമായിട്ട് കഴിക്കാനത്. ആ മിക്സ് മാത്രം ഇപ്പം മാംഗോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിനെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചറിയാം എൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഇരിക്കുമെന്ന്. ഇതുണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. എല്ലാം കൂടെ ആ ഗോതമ്പ് മാവിൻ്റെ മിക്സും മാമ്പഴത്തിൻ്റെയും എല്ലാം കൂടെ നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് മാറ്റാം. അങ്ങനെ ആ ബൗളിലേക്ക് ആ മിക്സ് എല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ഫോയിലോ അലുമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊന്ന് നന്നായിട്ട് റാപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നന്നായിട്ട് അതിനെ കവർ ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുന്നത് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് മുകളിലെല്ലാം ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ വെക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ ഒരു ലിഡ് കൊണ്ട് നന്നായിട്ട് ഇതിനെ അടയ്ക്കുക. അടച്ച ശേഷം നമ്മളിതിനെ ഫ്രീസറിലേക്ക് വെക്കുക. ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വെക്കുക. ഇത് ഫുള്ളായിട്ട് സെറ്റ് ആവണ്ട. അതിനുശേഷം നമുക്കിതിനെ വെളിയിലെടുത്ത് നമ്മൾ പിന്നെയും ഒന്നും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിക്കണം. അപ്പോൾ ഒരു 3 മണിക്കൂർ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ. അതിനുശേഷം നമ്മളിതിനെ പുറത്തെടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് പിന്നെയും കുറേശ്ശെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുമ്പോൾ കുറച്ച് നമ്മളുടെ ഈ ഐസിൻ്റെ ക്രിസ്റ്റൽസൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഒന്നും കൂടെ നമ്മൾ കുറച്ചൊന്ന് സെറ്റായ ശേഷം അടിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ തിരിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുന്നത്. ഇനി നമുക്കതൊരു 3 മണിക്കൂറത്തേക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കഴിക്കാൻ റെഡി ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. എന്തായാലും അത് ഒരു സ്മൂത്തി പോലെ ഇരിക്കുന്ന സംഭവം തണുക്കുമ്പോൾ എന്തായാലും ടേസ്റ്റാണല്ലോ. ഇനി നമുക്ക് പിന്നെയും ഒരു ജാർ എടുത്തിട്ട് ഇതുപോലൊരു ജാർ എടുത്തിട്ട് നമുക്ക് ഈ മിക്സിനെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ വീണ്ടും നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി ഞാനിങ്ങനെ ലിഡ് കൊണ്ട് മൂടിയിട്ട് ഇതിനെ നമുക്ക് ഒന്നും കൂടെ മിക്സിയിലേക്ക് വെച്ച് അടിച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ ഞാൻ മിക്സിനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിനെ പിന്നെയും നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെക്കുകയാണ്. ഞാനിപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തത്. അപ്പോൾ ഹാഫാണ് ചെയ്തത്. ഇനി ഞാൻ ബാക്കിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിനെ
നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ഫോയിലോ വെച്ച് ഇനി നന്നായിട്ട് വീണ്ടും നമ്മൾ കവർ ചെയ്യുക. കവർ ചെയ്ത ശേഷം നമ്മൾ ഇതിനെ ഒരു നല്ല ടൈറ്റായിട്ടുള്ള ഒരു ലിഡ് കൊണ്ട് അടയ്ക്കുന്നു. ഇതിന് ശേഷം ഇനി നമ്മളിത് ഒരു ഓവർ ദ നൈറ്റോ ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഉണ്ടാക്കിയെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും സെറ്റാകും. നമ്മൾ നോക്കുക, ഇനി നന്നായിട്ടിത് സെറ്റാകാൻ വേണ്ടി നമ്മൾ ഫ്രീസറിൽ വെക്കുക. ഞാനിതിപ്പോൾ ഒരു ഓവർ ദ നൈറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓവർ ദ നൈറ്റ് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തൊരു 5 മിനിറ്റ് വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ എടുക്കുമ്പോൾ തന്നെ നല്ല ഫ്രീസ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെർവിങ് ബൗളിലോട്ട് മാറ്റുക. അങ്ങനെ അടിപൊളി ഐസ്ക്രീം ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഡെസേർട്ട് ആയതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾ ഗീതൂട്ട് തന്നെയാണ്. നമുക്ക് മോൾക്ക് കൊടുത്ത് നോക്കാം അവൾ എന്ത് പറയുന്നു. കഴിച്ചു നോക്കാം നമുക്ക്. ആദ്യം എല്ലാവരുടെ ഹായ് പറ. കഴിച്ചു നോക്കാം. എക്സൈറ്റഡ് ആണോ ഐസ്ക്രീം കഴിക്കാൻ? ഓക്കെ, നമുക്കിത് കഴിച്ചു നോക്കാം. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കിയിട്ട് പറയണം കേട്ടോ മോളെ എങ്ങനെയാന്ന്. എങ്ങനെയുണ്ട്? ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ട്. ഇത് കണ്ടോ എങ്ങനെ ഐസ്ക്രീം ഇരിക്കുന്നതെന്ന്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും അല്ലേ? നോക്കി നല്ല ടേസ്റ്റ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. നല്ല ആവശ്യത്തിന് മധുരമുണ്ട്. ഞാൻ പറഞ്ഞ കണക്കിൽ ഇത് കൂടുതൽ മധുരം ആവശ്യമില്ല. ഇതിനെയും മധുരം വേണമെന്നുള്ളവർക്ക് അവർ നല്ല മധുരമായി പോകട്ടെ. ഇത് ആവശ്യത്തിന് വേണ്ട മധുരം നന്നായിട്ട് ആണ് ചേർന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ മാംഗോ പീസസും കൂട്ടിയൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ മാംഗോ പീസസ് കൂട്ടിയൊന്ന് കഴിച്ചു നോക്കി. സൂപ്പർ. ഇഷ്ടമായോ? അടിപൊളിയാണോ? നമുക്കിനി ഇത് മാംഗോ വെച്ചിട്ടില്ല, സ്ട്രോബെറിയൊക്കെ വെച്ചുണ്ടാക്കി, സ്ട്രോബെറിക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്ട്രോബെറി വെച്ചുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ കളറെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ ഇവർക്ക് എല്ലാവർക്കും മാംഗോസ് ആണ് നന്നായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മാംഗോ വെച്ച് ട്രൈ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇത് നിങ്ങളും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്നോട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. വീഡിയോയിൽ കാണുമ്പോൾ കുറേ നേരമുണ്ട്, ബട്ട് അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം മതി. വളരെ പെട്ടെന്നാവും, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.